2026 ജൂലൈ മാസം 3-ാം തീയതി രാവിലെ ജയ്പൂരിലെ പ്രതാപ് നഗർ ഏരിയയിൽ നടന്ന ഒരു വാഹന അപകടത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകാൻ തുടങ്ങുന്നു. ഈ അപകടത്തിൽപ്പെട്ട വാഹനം ഒരു മഹീന്ദ്ര സ്കോർപിയോ SUV ആയിരുന്നുവെന്നും അപകടത്തിന് ഇരയായ വ്യക്തിയുടെ പേര് നീരജ് ശർമ്മ എന്നാണെന്ന് വൈകാതെ പുറത്തുവന്നു. ഒട്ടും സമയം കളയാതെ നീരജ് ശർമ്മയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അവർ മരണപ്പെട്ടിരുന്നു. തുടക്കത്തിൽ പോലീസ് ഇതൊരു സാധാരണ ഹിറ്റ് ആൻഡ് റൺ കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അതായത് അശ്രദ്ധമായി വന്ന ഏതോ ഒരു വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയതാണെന്ന് പോലീസ് കരുതി. എന്നാൽ അധികം വൈകാതെ തന്നെ പോലീസിന് ചില സംശയങ്ങൾ തോന്നുകയും അവർ ഈ കേസിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തീരുമാനിക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് പോലീസിനെ ഞെട്ടിച്ച ആ സത്യം പുറത്തു വന്നത്. സാധാരണയായി അബദ്ധത്തിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഏതൊരു ഡ്രൈവറും വണ്ടിയുടെ ബ്രേക്ക് അമർത്താൻ ശ്രമിക്കും. ബ്രേക്ക് അമർത്തുമ്പോൾ വണ്ടിയുടെ പിന്നിലെ ബ്രേക്ക് ലൈറ്റുകൾ തെളിയേണ്ടതാണ്. എന്നാൽ ഈ സ്കോർപിയോ വണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേയില്ല. വളരെ ഇടുങ്ങിയ ആ റോഡിലൂടെ മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിലാണ് ആ വണ്ടി കുതിച്ചു പാഞ്ഞത്. ഒരിടത്ത് പോലും ബ്രേക്ക് അമർത്തിയിട്ടുമില്ല. ഇതോടെ ഇത് യാദൃശികമായി നടന്ന ഒരു അപകടം അല്ല, മറിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു. ഈ കേസിന്റെ യഥാർത്ഥ ചുരുളഴിയുമ്പോൾ നിങ്ങളുടെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. മാത്രമല്ല, ഇതിനു പിന്നിൽ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത മറ്റ് 2 ഞെട്ടിക്കുന്ന സത്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ പോവുകയാണ്. ചിലപ്പോഴൊക്കെ ബന്ധങ്ങൾക്കിടയിലേക്ക് പണവും പദവിയും അധികാരവും ഒക്കെ കടന്നു വരുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും പവിത്രമായ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പോലും എത്രത്തോളം കറ പുരണ്ടതായി മാറുമെന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാം. ഒരു ഭർത്താവും ഭാര്യയും അവരുടെ മകനും മകളും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം. അവരുടെ 16 വയസ്സുള്ള മകൻ ഒരു സ്പെഷ്യൽ ചൈൽഡാണ്. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും മറ്റുള്ളവരുടെ പ്രത്യേക പരിചരണവും ശ്രദ്ധയും ആവശ്യമായിരുന്നു. അവരുടെ മകൾ ആയിഷ ശർമ്മ BA LLB അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു. അമ്മയായ നീരജ് ശർമ്മ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടിയ ഒരു വീട്ടമ്മയായിരുന്നു. മക്കളെ നോക്കാൻ വേണ്ടിയാണ് അവർ വീട്ടിൽ തന്നെ ഇരുന്നത്. കുടുംബനാഥനായ വിജയ് ശർമ്മ രാജസ്ഥാൻ ഹൈക്കോടതിയിലെ ലോവർ ഡിവിഷൻ ക്ലർക്കായി ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ 2024 പെട്ടെന്ന് വിജയ് ശർമ്മയ്ക്ക് കടുത്ത അസുഖം ബാധിക്കുകയും അദ്ദേഹത്തെ ജയ്പൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കുറച്ചു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം സുഖം പ്രാപിച്ച അദ്ദേഹം ഡിസ്ചാർജായി വീട്ടിലെത്തിയെങ്കിലും ഡോക്ടർമാർ കടുത്ത ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചിരുന്നു. പതുക്കെ സുഖം പ്രാപിച്ചു വരുന്നതിനിടയിൽ വീണ്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമാവുകയും ഒടുവിൽ 2025 ഏപ്രിൽ മാസം 21-ന് അദ്ദേഹം പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്തു. ഹൈന്ദവ ആചാരപ്രകാരം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കുടുംബം പതുക്കെ ആ വലിയ ദുരന്തത്തിൽ നിന്നും കരകയറി വരികയായിരുന്നു. ആ സമയത്ത് ആ കുടുംബത്തിൽ വരുമാനമുള്ള മറ്റാരും ഉണ്ടായിരുന്നില്ല. ഏക ആശ്രയമായിരുന്ന വിജയ് ശർമ്മയുടെ അപ്രതീക്ഷിത മരണം ആ കുടുംബത്തെ സാമ്പത്തികമായി തളർത്തി. എന്നാൽ സർക്കാർ ജോലിയിലിരിക്കെ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കുടുംബത്തിലെ യോഗ്യതയുള്ള അംഗത്തിന് ജോലി നൽകുന്ന ഒരു കാരുണ്യ നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ഈ നിയമപ്രകാരം മുൻഗണന ലഭിക്കുക പങ്കാളിക്കാണ്. അവർക്ക് അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാകണം എന്ന് മാത്രം. ഇവിടെ നീരജ് ശർമ്മ നല്ല രീതിയിൽ പഠിച്ച ആളായതുകൊണ്ട് തന്നെ അവരുടെ ഭർത്താവിന്റെ ആ സർക്കാർ ജോലി നീരജ് ശർമ്മയ്ക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ നീരജ് ശർമ്മ ആ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുകയും ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്തു വരികയും ചെയ്തു. കാലം പതുക്കെ കടന്നുപോയി. കുടുംബം വിജയ് ശർമ്മയുടെ വിയോഗമേൽപ്പിച്ച ആ വലിയ സങ്കടത്തിൽ നിന്നും പതുക്കെ മോചിതരായി ജീവിതത്തിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ 2026 ജൂലൈ 3 ആ ദിവസം എത്തിച്ചേർന്നു. അന്ന് രാവിലെ നീരജ് ശർമ്മ തന്റെ 16 വയസ്സുള്ള മകനെ വീടിനടുത്തുള്ള ഒരു കോച്ചിങ് സെന്ററിൽ കൊണ്ടുപോയി വിടാൻ ഇറങ്ങിയതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ ഒരു സ്പെഷ്യൽ ചൈൽഡ് ആയിരുന്നു. എങ്കിലും മകൻ ജീവിതത്തിൽ നന്നായി വരണമെന്ന് ആ അമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവനെ കോച്ചിങ് സെന്ററിൽ കൊണ്ടാക്കി അവർ തിരികെ വീട്ടിലേക്ക് വരികയായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു മഹീന്ദ്ര സ്കോർപിയോ SUV അവരെ ക്രൂരമായി ഇടിച്ച് തെറിപ്പിച്ച് കടന്നുപോയി. വണ്ടിയുടെ അമിത വേഗതയും ആ ഇടിയുടെ ആഘാതവും അത്രമേൽ ശക്തമായിരുന്നത് കൊണ്ട് തന്നെ നീരജ് ശർമ്മയ്ക്ക് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ പോലീസ് ഇതിനെ വെറും ഒരു ഹിറ്റ് ആൻഡ് റൺ കേസായിട്ടാണ് കണ്ടത്.
എന്നാൽ പിന്നീട് ഈ കേസ് തികച്ചും അപ്രതീക്ഷിതമായ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. നീരജ് ശർമ്മയുടെ സഹോദരനായ രാകേഷ് ശർമ്മ പെട്ടെന്ന് ജയ്പൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പോലീസിനോട് ചില കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. തന്റെ സഹോദരിയുടെ മരണം ഒരു സാധാരണ അപകടം അല്ലെന്നും അതിന് പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടെന്നും ഇതൊരു കൊലപാതകമാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണ് രാകേഷ് ശർമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്ന് അന്വേഷിക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. അദ്ദേഹം നിരത്തിയ ചില വസ്തുതകൾ കേട്ടതോടെ പോലീസിനും ഇതിൽ ഗൂഢാലോചനയുണ്ടെന്ന് തോന്നാൻ തുടങ്ങി. തുടർന്ന് പോലീസ് ആ സംഭവ സ്ഥലത്തെയും പരിസരത്തെയും 100-ലധികം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് വിശദമായി പരിശോധിക്കാൻ ആരംഭിച്ചു. അവിടെ നിന്നും പുറത്തു വന്ന വിവരങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. അപകടം നടന്ന ആ ഏരിയയിൽ വളരെ സംശയാസ്പദമായ ചില കാര്യങ്ങൾ നടന്നിരുന്നതായി പോലീസിന് മനസ്സിലായി. നീരജ് ശർമ്മ ഇടിച്ചു തെറിപ്പിച്ച ആ വെള്ള സ്കോർപിയോ വണ്ടി അപകടം നടക്കുന്നതിന് മുൻപ് കുറെ നേരമായി ആ പ്രതാപ് നഗർ ഏരിയയിലും കോച്ചിങ് സെന്ററിന് പരിസരത്തുമായി കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തായി ഈ വണ്ടി കുറെ സമയം പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. നീരജ് ശർമ്മ മകനെ കോച്ചിങ് സെന്ററിൽ വിട്ട് തിരികെ നടന്നു വരുന്നതും കാത്ത് അവരവിടെ പതുങ്ങിയിരിക്കുകയായിരുന്നു. അവർ ആ വണ്ടി കടന്നു പോയ ആ നിമിഷം തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഒരിടത്ത് പോലും ബ്രേക്ക് ചവിട്ടാതെ 130 കിലോമീറ്റർ വേഗതയിൽ അവരെ ഇടിച്ച് തെറിപ്പിച്ച് കടന്നു പോവുകയുമാണ് ചെയ്തത്. കേസിൽ കൂടുതൽ വ്യക്തത വരുത്താനായി പോലീസ് ആ ഏരിയയിലെ ഹൈ ഡെഫിനിഷൻ CCTV ദൃശ്യങ്ങൾ വെച്ച് ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായി കണ്ടെത്തുകയും ആ വണ്ടിയുടെ ഉടമസ്ഥനിലേക്ക് എത്തുകയും ചെയ്തു. ഉടമസ്ഥനെ ചോദ്യം ചെയ്തതോടെ ഈ കേസിന്റെ യഥാർത്ഥ വിവരങ്ങളിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. രാകേഷ് ശർമ്മ സംശയിച്ചതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. ആ വണ്ടിയുടെ ഉടമസ്ഥൻ പറഞ്ഞത് ഈ സ്കോർപിയോ വണ്ടി താൻ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒരാൾക്ക് 35,000 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു എന്നാണ്. ആരാണ് വണ്ടി വാടകയ്ക്ക് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ പേര് കേട്ട് പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. മോഹൻ സുരു ശർമ്മ എന്ന 56-കാരനായിരുന്നു ആ വണ്ടി വാടകയ്ക്ക് എടുത്തത്. ആരായിരുന്നു ഈ മോഹൻ സുരു ശർമ്മ? ഇത് നീരജ് ശർമ്മയുടെ ഭർത്താവായിരുന്ന വിജയ് ശർമ്മയുടെ സ്വന്തം ജ്യേഷ്ഠനായിരുന്നു അയാൾ, അതായത് നീരജ് ശർമ്മയുടെ ചേട്ടൻ. ഇതോടെ ഇതൊരു പക്ക കൊലപാതകമാണെന്ന് പോലീസിന് ഉറപ്പായി. പോലീസ് ഒട്ടും വൈകാതെ തന്നെ മോഹൻ സ്വരൂപ് ശർമ്മയെ പിടികൂടി. എന്നാൽ ചോദ്യം ചെയ്യലിൽ നിന്നും പോലീസിന് മനസ്സിലായത് മോഹൻ ശർമ്മയല്ല ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് എന്നാണ്. മറിച്ച് ഇതിന്റെ പ്രധാന സൂത്രധാരന്മാർ അദ്ദേഹത്തിന്റെ മകൻ ബൽറാമും ഒപ്പം കൊല്ലപ്പെട്ട നീരജ് ശർമ്മയുടെ മകൾ ആയിഷ ശർമ്മയുമായിരുന്നു. ഇത് കേട്ടാൽ ഏതൊരു മനുഷ്യന്റെയും നെഞ്ചൊന്ന് പിടയും, രോമം എഴുന്നേറ്റ് നിൽക്കും. പോലീസ് ഒട്ടും സമയം കളയാതെ 2026 ജൂലൈ 9 ആയിഷ ശർമ്മയെയും മോഹൻ സ്വരൂപിനെയും അറസ്റ്റ് ചെയ്തു. ഇവർക്കൊപ്പം ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായ മറ്റ് 6 പേരെ കൂടി പോലീസ് പിടികൂടി. എന്നാൽ മോഹൻ സ്വരൂപിന്റെ മകനും ആയിഷയുടെ കസിനുമായ ബൽറാം ഒളിവിലായിരുന്നു. ഇപ്പോൾ ഞാൻ ബൽറാമിനെ കസിൻ എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചത്. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി പുറത്തു വരാനുണ്ട്. അത് കേട്ടാൽ എല്ലാ ബന്ധങ്ങളും ഒന്ന് നാണിച്ചു പോകും. എന്തായാലും ഇവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെയാണ് അടുത്ത വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ജൂലൈ 10 നീരജ് ശർമ്മയുടെ സഹോദരൻ രാകേഷ് ശർമ്മ വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തി മറ്റൊരു പരാതി കൂടി നൽകി. ആ പരാതി കേട്ട് പോലീസുകാർ പോലും ഒരു നിമിഷം ഞെട്ടിവിറച്ചുപോയി. രാകേഷ് ശർമ്മ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ആയിഷ അവളുടെ സ്വന്തം അമ്മയെ മാത്രമല്ല കൊലപ്പെടുത്തിയത്. ഏകദേശം 1.5 വർഷം മുൻപ് മരിച്ചുപോയ അവളുടെ അച്ഛൻ വിജയ് ശർമ്മയുടെ മരണവും സ്വാഭാവികമായി സംഭവിച്ചതല്ല. അതും ആയിഷ ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകമായിരുന്നു. അന്ന് ആ സമയത്ത് ആ കുടുംബം കടന്നുപോയത് അതീവ ദുഷ്കരമായൊരു സാഹചര്യത്തിലൂടെ ആയിരുന്നതിനാലും കടുത്ത മാനസിക വിഷമത്തിലായിരുന്നതിനാലും ഇതിനെക്കുറിച്ചൊരു കേസ് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പോലീസിനെ സംബന്ധിച്ച് ഇത് തികച്ചും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ രാകേഷ് ശർമ്മയ്ക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് സൂചന ലഭിച്ചത്? അതിന് പിന്നിലൊരു സംഭവമുണ്ട്. മുൻപൊരിക്കൽ അമ്മ നീരജ് ശർമ്മയും മകൾ ആയിഷയും തമ്മിൽ വീട്ടിൽ വെച്ച് കടുത്തൊരു വഴക്കുണ്ടായി. ആ തർക്കത്തിനിടയിൽ ആയിഷ തന്റെ അമ്മയോട് ചില വാക്കുകൾ വിളിച്ചു പറഞ്ഞിരുന്നു. അന്ന് ആ വാക്കുകളെ ആരും അത്ര ഗൗരവമായി എടുത്തില്ലെങ്കിലും ഇപ്പോഴത്തെ കൊലപാതകം നടന്നതോടെ ആ വാക്കുകൾ ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അന്ന് വഴക്കിനിടയിൽ ആയിഷ അമ്മയോട് ആക്രോശിച്ചത് ഇങ്ങനെയായിരുന്നു: എന്റെ അച്ഛന്റെ ഫുഡ് പൈപ്പ് ഊരിയെടുത്ത് കൊന്നവളാണ് ഞാൻ. അപ്പോഴാണോ നീയൊക്കെ എനിക്ക് വലിയ കാര്യം? നിന്നെ വെറും 2 ദിവസം കൊണ്ട് ഞാൻ ഇല്ലാതാക്കും. ആയിഷ പറഞ്ഞതുപോലെ തന്നെ അവൾ അമ്മയെ ഇല്ലാതാക്കുകയും ചെയ്തു. ഇതോടെ പോലീസ് അച്ഛന്റെ മരണത്തെക്കുറിച്ചും പുതുതായി ഒരു അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് പുറത്തു വന്ന സത്യങ്ങളും തെളിവുകളും ആരെയും നടക്കുന്നതായിരുന്നു. ആ കറുത്ത സത്യങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ 2024 പകുതിയിലേക്ക് തിരിച്ചു പോകണം.
അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ക്രൂരമായ കഥ ആരംഭിക്കുന്നത്. കോടതിയിൽ ക്ലർക്കായിരുന്ന വിജയ് ശർമ്മയ്ക്ക് 2024 പകുതിയോടെ പെട്ടെന്ന് അസുഖം ബാധിച്ചു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഓഫീസിൽ നിന്നും ലീവ് എടുത്ത അദ്ദേഹത്തെ ജയ്പൂരിലെ സവായ് മാൻസിംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാസങ്ങളോളം അദ്ദേഹം അവിടെ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് ബ്രെയിൻ ഹെമറേജ് ആയിരുന്നുവെന്നാണ് ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചത്. ചികിത്സയ്ക്ക് ശേഷം പതുക്കെ സുഖം പ്രാപിച്ചു തുടങ്ങിയ വിജയ് ശർമ്മയെ 2024 ഡിസംബറോടെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. പൂർണ്ണമായും ബെഡ് റെസ്റ്റിൽ കഴിയാൻ ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് കുടുംബം അദ്ദേഹത്തെ വീട്ടിൽ പരിചരിച്ചു പോരുകയായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ആയിഷ തന്റെ കസിൻ ബൽറാമിനൊപ്പം വീട്ടിലെത്തി. അവൾ അച്ഛനെ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അമ്മ നീരജ് ശർമ്മ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ ഇവിടെ ശരിയായ സുഖം കിട്ടുന്നില്ലെന്നും വലിയൊരു ആശുപത്രിയിൽ കൊണ്ടുപോയാൽ വേഗം സുഖം പ്രാപിക്കുമെന്നാണ് ആയിഷ മറുപടി നൽകിയത്. മകനായ 16 വയസ്സുകാരൻ സ്പെഷ്യൽ ചൈൽഡിനെ നോക്കാനുള്ളതുകൊണ്ട് ശർമ്മയ്ക്ക് കൂടുതൽ സമയം വീട് വിട്ട് പുറത്തേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം മകളെ കണ്ണുമടച്ച് വിശ്വസിച്ച ആ അമ്മ അച്ഛനെ അവളുടെ കൂടെ വിട്ടു. ആയിഷയും ബൽറാമും ചേർന്ന് വിജയ് ശർമ്മയെ നേരെ കൊണ്ടുപോയത് ആർക്കും അറിയാത്ത ഒരു രഹസ്യ കേന്ദ്രത്തിലേക്കായിരുന്നു. അവരുടെ ബന്ധുക്കൾക്കോ സ്വന്തം അമ്മ നീരജ് ശർമ്മയ്ക്കോ പോലും അത് എവിടെയാണെന്ന് ഒരു വിവരമില്ലായിരുന്നു. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അമ്മ അച്ഛന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അച്ഛൻ ആശുപത്രിയിലാണെന്നും ചികിത്സയിലായതുകൊണ്ട് ഫോണിൽ സംസാരിക്കാൻ കഴിയില്ല എന്നുമാണ് ആയിഷ മറുപടി നൽകിയത്. മാത്രമല്ല ഡൽഹി റോഡിലുള്ള നിംസ് ആശുപത്രിയിലാണ് അച്ഛനെ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നും അത് വീടിന്റെ അടുത്ത് നിന്നും ഒരുപാട് ദൂരെയാണെന്നും അതിനാൽ അമ്മ അങ്ങോട്ടേക്ക് വന്ന് കഷ്ടപ്പെടേണ്ടതില്ല എന്നും അവൾ പറഞ്ഞു. ആയിഷയും ബൽറാമും സ്ഥിരമായി അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെന്നും അവൾ അമ്മയെ വിശ്വസിപ്പിച്ചു. അങ്ങനെ ഏതാണ്ട് 3 മാസത്തോളം കടന്നുപോയി. ഒടുവിൽ ഭർത്താവിനെ കാണാതെ നീണ്ട നാളുകൾ കഴിഞ്ഞപ്പോൾ അമ്മ നീരജ് ശർമ്മയ്ക്ക് വല്ലാത്ത ആശങ്ക തോന്നി തുടങ്ങി. അവർ ആയിഷയോട് ദേഷ്യപ്പെടുകയും തന്റെ ഭർത്താവ് എവിടെയാണെന്ന് കാണിച്ചു തരണമെന്ന് കർശനമായി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ ആയിഷ അമ്മയോട് ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടി പങ്കുവച്ചു. അച്ഛന്റെ ശരീരത്തിലെ അവയവങ്ങളിൽ 90% പ്രവർത്തനരഹിതമായി കഴിഞ്ഞെന്നും ഇനി അധിക നാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നുമാണ് അവൾ പറഞ്ഞത്. എങ്കിലും ആശുപത്രി അധികൃതർ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും അവൾ കൂട്ടിച്ചേർത്തു. വീട്ടിൽ സഹായിക്കാൻ മറ്റാരുമില്ലാതിരുന്ന നീരജ് ശർമ്മ ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് മനസ്സിലാക്കി തന്റെ സഹോദരനായ രാകേഷ് ശർമ്മയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛന്റെ അവസ്ഥ വളരെ മോശമാണെന്നും അദ്ദേഹം ICUവിലാണെന്നുമുള്ള വിവരം അറിഞ്ഞ രാകേഷ് ശർമ്മ തന്റെ ഭാര്യയുമായി ഉടൻ തന്നെ അവരുടെ വീട്ടിലെത്തി. നീരജ് ശർമ്മയുടെ സ്പെഷ്യൽ ചൈൽഡായ മകനെ നോക്കാൻ ഭാര്യ അവിടെ നിർത്തിക്കൊണ്ട് രാകേഷ് ശർമ്മയും സഹോദരിയായ നീരജ് ശർമ്മയും നേരെ നിംസ് ആശുപത്രിയിലേക്ക് പോയി. അവിടെ എത്തി ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കേട്ട് ഇരുവരും ഞെട്ടിപ്പോയി. വിജയ് ശർമ്മയുടെ ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണെന്നും ഹൃദയത്തിൽ 90% ബ്ലോക്ക് ഉണ്ടെന്നും ഇനി അദ്ദേഹം രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നുമാണ് ഡോക്ടർമാർ പറഞ്ഞത്. തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും എങ്കിലും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നും അവർ വ്യക്തമാക്കി. ഡിസംബറിൽ തികച്ചും ആരോഗ്യവാനായി വീട്ടിലേക്ക് മടങ്ങിയ മനുഷ്യന് പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ എങ്ങനെയാണ് ഇത്രയും മാരകമായ രോഗങ്ങൾ ഉണ്ടായതെന്ന് നീരജ് ശർമ്മയ്ക്കോ രാകേഷ് ശർമ്മയ്ക്കോ മനസ്സിലായില്ല. അവർക്ക് മനസ്സിൽ വലിയ സംശയം തോന്നിയെങ്കിലും ഇത് ആദ്യത്തെ സംഭവമായതുകൊണ്ടും സ്വന്തം മകളെ എങ്ങനെ സംശയിക്കുമെന്നതിനാലും അവർക്ക് പരസ്യമായി ഒന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. വൈകാതെ ആശുപത്രി അധികൃതർ കൈയൊഴിഞ്ഞതോടെ ആയിഷ തന്റെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു ഫീഡിംഗ് ട്യൂബ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എത്ര നാൾ ജീവിച്ചിരിക്കുമോ അത്രയും നാൾ നൽകാനായി ചില മരുന്നുകളും ഡോക്ടർമാർ ആയിഷയെ പ്രത്യേകം ഏൽപ്പിച്ചിരുന്നു. എന്നാൽ വീട്ടിലെത്തിയതോടെ കാര്യങ്ങൾ ക്രൂരമായ മറ്റൊരു തലത്തിലേക്ക് മാറി. ആയിഷ തന്റെ അച്ഛന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ ഫീഡിംഗ് പൈപ്പ് ക്രൂരമായി ഊരിമാറ്റി. കൃത്യമായ ഭക്ഷണവും പരിചരണവും മരുന്ന് ലഭിക്കാതെ പതുക്കെ ശ്വസിച്ച് ഒടുവിൽ 2025 ഏപ്രിൽ 21 വിജയ് ശർമ്മ മരണപ്പെട്ടു. കൊലപാതകത്തിന് ശേഷവും ആയിഷ അതീവ ബുദ്ധിപരമായിട്ടാണ് കരുക്കൾ നീക്കിയത്. വീട്ടുകാർക്ക് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതിരിക്കാൻ അവൾ ഏറെ ശ്രദ്ധിച്ചു. അച്ഛൻ കുറെ നാളായി കിടപ്പിലായിരുന്നത് കൊണ്ട് ശരീരം വേഗത്തിൽ നശിച്ചു പോകുമെന്നും അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ സംസ്കരിക്കണമെന്നും അവൾ വാശി പിടിച്ചു. അങ്ങനെ മരണപ്പെട്ട അന്ന് തന്നെ, അതായത് ഏപ്രിൽ 21 തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തി തീർത്തു. എന്താണ് സംഭവിച്ചത് എന്ന് ചിന്തിക്കാൻ പോലും ആർക്കും സമയം കിട്ടിയില്ല. കുടുംബം ആ വിധിയോർത്ത് അത് അങ്ങനെ തന്നെ അംഗീകരിക്കുകയും ചെയ്തു. അച്ഛൻ മരിച്ച് ഒരാഴ്ചയോ 1 മാസമോ കഴിഞ്ഞപ്പോൾ ആയിഷ അടുത്ത നീക്കം നടത്തി. അച്ഛന്റെ LDC ജോലി തനിക്കായി അപേക്ഷിക്കണമെന്നും ആ ജോലി താൻ ചെയ്യാൻ പോവുകയാണെന്നും അവൾ അമ്മയോട് പറഞ്ഞു. പാവം അമ്മ അതിന് സമ്മതം നൽകുകയും ആയിഷ അതിനുള്ള അപേക്ഷാ ഫോം പൂരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിവരം അറിഞ്ഞ രാകേഷ് ശർമ്മ
സഹോദരി നീരജ് ശർമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. നിനക്കിനെ മുന്നോട്ട് വലിയൊരു ജീവിതമുണ്ട്, നോക്കാൻ ഒരു സ്പെഷ്യൽ ചൈൽഡായ മകനുമുണ്ട്. ആയിഷയാകട്ടെ നിയമ പഠനം നടത്തുന്ന ആളാണ്. നാളെ അവൾക്ക് നല്ലൊരു ജോലി കിട്ടുകയും അവളുടെ വിവാഹം കഴിഞ്ഞ് അവൾ പോവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ നിന്നെയും മകനെയും ആര് നോക്കും? അതുകൊണ്ട് ഈ ജോലി നീ തന്നെ വാങ്ങണം. ആ വാക്കുകളിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ നീരജ് ശർമ്മ മകളോട് സംസാരിക്കുകയും ഒടുവിൽ ആ സർക്കാർ ജോലി സ്വന്തം പേരിൽ വാങ്ങുകയും ചെയ്തു. ഇതോടെ ആയിഷയുടെ ഭാവം പൂർണ്ണമായും മാറി. സ്നേഹത്തോടെ പെരുമാറിയിരുന്ന അവൾ അമ്മയോട് നിരന്തരം വഴക്കിടാൻ തുടങ്ങി. അമ്മ എന്റെ കരിയർ നശിപ്പിച്ചു, എനിക്ക് കിട്ടേണ്ടിയിരുന്ന ജോലി എന്നിൽ നിന്നും തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് അവൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. നീരജ് ശർമ്മ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒന്നിനും തയ്യാറായില്ല. ഒടുവിൽ വഴക്ക് അതിരുകടന്നപ്പോൾ ആയിഷ അമ്മയോട് അടുത്ത ആവശ്യം ഉന്നയിച്ചു. ജോലി അമ്മ എടുത്ത സ്ഥിതിക്ക് ഹൈവേക്കടുത്തുള്ള നമ്മുടെ 9 ഏക്കർ സ്ഥലം തന്റെ പേരിൽ എഴുതി നൽകണമെന്ന് അവൾ വാശി പിടിച്ചു. എന്നാൽ ഈ അന്യായമായ ആവശ്യം അമ്മ തള്ളിക്കളയുകയും നിനക്കൊരു അനിയൻ കൂടി ഉണ്ടെന്ന് ഓർക്കണമെന്ന് പറഞ്ഞ് അവളെ കഠിനമായി ശകാരിക്കുകയും ചെയ്തു. ഇതിനെ ചൊല്ലി വീട്ടിൽ നിരന്തരം വഴക്കുകൾ നടന്നു. ഒടുവിൽ ആയിഷ അമ്മയുമായി പിണങ്ങി ജയ്പൂരിൽ തന്നെയുള്ള തങ്ങളുടെ പഴയ കുടുംബ വീട്ടിലേക്ക് മാറി താമസിച്ചു. അവിടെ അവളുടെ വലിയച്ഛൻ മോഹന്റെ കുടുംബത്തോടൊപ്പമാണ് അവൾ താമസിച്ചത്. അവിടെ വെച്ചാണ് അവൾ തന്റെ അമ്മയെ പൂർണ്ണമായും ഈ ലോകത്തിൽ നിന്നും ഇല്ലാതാക്കാനുള്ള ആ ഭീകരമായ ഗൂഢാലോചന ആരംഭിക്കുന്നത്. ഇവിടെ നമ്മൾ ആയിഷയുടെ കസിൻ ബൽറാമിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയണം. സ്വന്തം വലിയച്ഛന്റെ മകനായ ബൽറാമുമായി ആയിഷ അവിടെ വെച്ച് പ്രണയത്തിലാവുകയും ഒരു രഹസ്യ ബന്ധം തുടരുകയും ചെയ്തു. തനിക്കൊപ്പം നിൽക്കാൻ അവൾ കസിനായ ബൽറാമിനെ പ്രേരിപ്പിച്ചു. എന്നാൽ അമ്മയെ കൊന്നതുകൊണ്ട് തങ്ങൾക്ക് എന്ത് ലാഭമാണ് ഉണ്ടാവുക എന്ന് ബൽറാം ചോദിച്ചു. അപ്പോഴാണ് ആയിഷ ആ ഞെട്ടിക്കുന്ന ഓഫർ മുന്നോട്ട് വെച്ചത്. അമ്മയുടെ പേരിൽ ഹൈവേക്കടുത്തുള്ള ആ 9 ഏക്കർ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില ഏതാണ്ട് 10 കോടിയോളം രൂപയാണ്. അമ്മ മരിച്ചാൽ ആ സ്വത്ത് മുഴുവനും ആയിഷയുടെ പേരിലാകും. ആ 10 കോടിയുടെ സ്ഥലം മുഴുവനായി വലിയച്ഛൻ മോഹനും മകൻ ബൽറാമിനും നൽകാമെന്ന് അവൾ കരാറൊപ്പിട്ടു. തനിക്ക് ആ സർക്കാർ ജോലിയും കുടുംബ വീടുകളിലെ വിഹിതവും മാത്രം മതിയെന്നും അവൾ പറഞ്ഞു. 10 കോടിയുടെ ഭൂമി തങ്ങൾക്ക് കിട്ടുമെന്നറിഞ്ഞതോടെ വലിയച്ഛൻ മോഹൻ സ്വരൂപ് ശർമ്മയ്ക്ക് പണത്തോടുള്ള ആർത്തി മൂത്തു. ഈ കൊലപാതകം അതീവ രഹസ്യമായി ആസൂത്രണം ചെയ്താൽ ആർക്കും ഒരു സംശയവും തോന്നില്ല എന്നും തങ്ങൾക്ക് വലിയൊരു തുക സ്വന്തമാക്കാമെന്നും അയാൾ കണക്കുകൂട്ടി. അങ്ങനെ അവർ 3 പേരും ചേർന്ന് ഗൂഢാലോചന ആരംഭിച്ചു. കൊലപാതകം നടപ്പിലാക്കാൻ ബൽറാം ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ള ചിലരെ കണ്ടെത്തി. തന്റെ അതേ പ്രായമുള്ള 5 ചെറുപ്പക്കാരെയാണ് ബൽറാം ഇതിനായി വാടകയ്ക്കെടുത്തത്. ഈ കൊലപാതകം ഒരു സ്വാഭാവിക റോഡ് അപകടം എന്ന് വരുത്തി തീർക്കാനാണ് അവർ തീരുമാനിച്ചത്. ഇതിനായി വലിയച്ഛൻ മോഹൻ സ്വരൂപ് ശർമ്മ 35,000 രൂപ വാടക നൽകി ഒരു മഹീന്ദ്ര സ്കോർപിയോ സ്വന്തമാക്കി. തങ്ങൾ നേരിട്ട് ഇതിൽ ഇടപെട്ടാൽ നാളെ അന്വേഷണം തങ്ങളിലേക്ക് വരുമെന്ന് കരുതിയാണ് അവർ മറ്റുള്ളവരെ ഇതിനായി വാടകയ്ക്കെടുത്തത്. പക്ഷേ വണ്ടി സ്വന്തം പേരിൽ വാടകയ്ക്കെടുത്ത ആ ഒരൊറ്റ പിഴവിലാണ് വലിയച്ഛൻ പോലീസിന്റെ പിടിയിലായത്. ബൽറാം വാടകയ്ക്കെടുത്ത 5 പ്രതികളുടെ പേരുകൾ ഹേമന്ത് ശർമ്മ, ആകാശ് ശർമ്മ, അരവിന്ദ് ശർമ്മ, മോഹിത് ശർമ്മ, രോഹിത് യാദവ് എന്നിവരായിരുന്നു. ഹേമന്ത് ശർമ്മയ്ക്കായിരുന്നു കൊലപാതകത്തിന്റെ പ്രധാന കൊട്ടേഷൻ നൽകിയിരുന്നത്. ആകാശ് ശർമ്മയായിരുന്നു സ്കോർപിയോ വണ്ടി ഓടിച്ചിരുന്നത്. അരവിന്ദ് ശർമ്മ വണ്ടിയുടെ മുന്നിലെ സീറ്റിൽ അവന്റെ ഒപ്പം ഉണ്ടായിരുന്നു. വണ്ടി ഏത് വഴിയിലൂടെ കൊണ്ടുപോകണമെന്ന് നിയന്ത്രിച്ചിരുന്നത് മോഹിത് ശർമ്മയായിരുന്നു. രോഹിത് യാദവ് എന്ന പ്രതി ബൈക്കുമായി കോച്ചിങ് സെന്ററിന് മുന്നിൽ കാത്തു നിൽക്കുകയും നീരജ് ശർമ്മ എപ്പോഴാണ് മകനെ അവിടെ വിട്ട് തിരികെ വീട്ടിലേക്ക് നടക്കുന്നത് എന്ന വിവരങ്ങൾ വണ്ടിയിലുള്ളവർക്ക് കൃത്യമായി കൈമാറിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ അമിത വേഗതയിൽ വണ്ടി ഓടിച്ച് നീരജ് ശർമ്മയെ ക്രൂരമായി ഇടിച്ച് കൊലപ്പെടുത്തി. എന്നാൽ നീരജ് ശർമ്മയെ കൊല്ലാൻ അവർ നടത്തിയ ആദ്യത്തെ ശ്രമമായിരുന്നില്ല ഇത്. ഇതേ മാസം തന്നെ മുൻപ് 2 തവണ കൂടി അവർ നീരജ് ശർമ്മയെ വണ്ടി ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവ പരാജയപ്പെടുകയായിരുന്നു. ഒടുവിൽ 3ാമത്തെ ശ്രമത്തിലാണ് ആ അമ്മയുടെ ജീവൻ ഇവർ ക്രൂരമായി കവർന്നത്. സ്വന്തം ചോരയ്ക്ക് വേണ്ടി മാതാപിതാക്കളെ ഒന്നടങ്കം കൊലപ്പെടുത്തിയ ഈ ക്രൂരതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സംഭവത്തിലൂടെ എനിക്ക് പറയാനുള്ളത്, അന്ധമായ പണക്കൊതിയും അനിയന്ത്രിതമായ ദേഷ്യവും മനുഷ്യനെ സ്വന്തം ചോരയെ പോലും തിരിച്ചറിയാനാകാത്ത മൃഗമാക്കി മാറ്റും. തെറ്റായ തീരുമാനങ്ങളുടെ ഒടുവിലത്തെ ലക്ഷ്യം സ്വന്തം ജീവിതത്തിന്റെ തകർച്ച മാത്രമായിരിക്കും. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റിൽ പറയാം. ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.